ഫെഡറൽ ഇമിഗ്രേഷൻ അതോറിറ്റി H-1B വിസയ്ക്കും തൊഴിലടിസ്ഥാനത്തിനുള്ള ഇമിഗ്രേഷൻ പെറ്റീഷനുകൾക്കും ചില രേഖകൾ ആവശ്യപ്പെട്ട് നോട്ടീസ് അയക്കുന്നുണ്ടെന്ന റിപ്പോർട്ടുകൾ പുറത്തുവരുന്നുണ്ട്. ഇതിൽ അപേക്ഷകരുടെ വീട്ടുമേൽ വിലാസവും ബയോമെട്രിക് വിവരങ്ങളും നൽകാൻ ആവശ്യപ്പെടുകയാണ്. ഇത്തരത്തിൽ അഡീഷണലായി എന്തെങ്കിലും കാര്യങ്ങൾ ആവശ്യപ്പെട്ട് വരുന്ന ഇമെയിലിനെ RFE എന്നാണ് വിളിക്കുന്നത്. H-1B വിസ പ്രധാനമായി ഉപയോഗിക്കുന്നത് ടെക്നോളജി, ഫിനാൻസ്, അക്കാദമിക്സ് തുടങ്ങിയ മേഖലകളിലുള്ള കമ്പനികളാണ്. 2024 ആമസോൺ, ഗൂഗിൾ, മെറ്റ തുടങ്ങിയ വലിയ കമ്പനികൾ ആയിരക്കണക്കിന് H-1B വിസകൾ നേടിയിട്ടുണ്ട്. എലോൺ മസ്കിന്റെ ടെസ്ലയും ഈ വിസ വഴി നിരവധി ജീവനക്കാരെ US-ലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. H-1B വിസയ്ക്ക് ഒരു വർഷം 65,000 വിസകൾ എന്നൊരു പരിധിയുണ്ട്. എന്നാൽ US-ൽ നിന്ന് മാസ്റ്റർ ബിരുദമോ അതിൽ കൂടുതലോ ഉള്ളവർക്ക് 20,000 വിസകൾ ഇതിനു പുറമെ ലഭിക്കും. ഇത് USCISന്റെ കണക്കാണ്. പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് H-1B വിസയെ പിന്തുണച്ചിട്ടുണ്ട്. എന്നാൽ അദ്ദേഹത്തിന്റെ ഭരണകാലത്ത് നിരവധി വിദ്യാർത്ഥികളുടെ വിസകൾ റദ്ദാക്കിയിട്ടുമുണ്ട്. USCIS ഇതിനു മുമ്പ് ഇങ്ങനെയൊരു ആവശ്യം ഉന്നയിച്ചിട്ടില്ല. അതിനാൽ തന്നെ ഇത് പല നിയമവിദഗ്ധരിലും ആശങ്കയുണ്ടാക്കുന്നുണ്ട്. ഈ രേഖകൾ ആവശ്യപ്പെടാനുള്ള കാരണം അപേക്ഷകരെക്കുറിച്ച് പ്രതികൂലമായ വിവരങ്ങൾ ലഭിച്ചതുകൊണ്ടാണെന്നാണ് USCIS പറയുന്നത്. ട്രംപിന്റെ ഭരണകൂടം തൊഴിൽ വിസയിൽ വരുന്നവരെ ലക്ഷ്യമിട്ട് നാടുകടത്താനുള്ള ശ്രമം നടത്തുകയാണോ അതോ ഇതിന് പിന്നിൽ വേറെ എന്തെങ്കിലും കാരണങ്ങളുണ്ടോ എന്ന് വ്യക്തമല്ല. ഫോർബ്സ് മാസികയിലെ റിപ്പോർട്ട് അനുസരിച്ച് ഒരു USCIS ഉദ്യോഗസ്ഥൻ അയച്ച മെയിലിൽ ഇങ്ങനെയാണ്: അപേക്ഷകനെക്കുറിച്ച് ചില വിവരങ്ങൾ ലഭിച്ചിട്ടുണ്ട്. അതിനാൽ നിങ്ങളുടെ അപേക്ഷയുമായി മുന്നോട്ട് പോകാൻ അപേക്ഷകന്റെ പുതിയ മേൽവിലാസം നൽകണം. അവിടെ ചെന്ന് ബയോമെട്രിക് ഡാറ്റ ശേഖരിക്കും. കൂടാതെ അപേക്ഷകന്റെ ഇപ്പോഴത്തെ മേൽവിലാസം നൽകണമെന്നും ആവശ്യപ്പെട്ടിട്ടുണ്ട്. എന്നാൽ USCIS ഇതുവരെ ഇതിനെക്കുറിച്ച് ഔദ്യോഗികമായി ഒരു കാര്യവും പുറത്തുവിട്ടിട്ടില്ല. RFE എന്നാൽ എന്താണെന്ന് നോക്കാം. RFE എന്നാൽ റിക്വസ്റ്റ് ഫോർ എവിഡൻസ് ആണ്. USCISന് ഒരു അപേക്ഷയെക്കുറിച്ച് കൂടുതൽ വിവരങ്ങളോ രേഖകളോ ആവശ്യമുണ്ടെങ്കിൽ അയക്കുന്ന ഒരു അറിയിപ്പാണിത്. ഇതൊരു അപേക്ഷ നിരസിക്കാനുള്ള അറിയിപ്പല്ല. അപേക്ഷയിൽ എന്തെങ്കിലും തെറ്റുകളോ വ്യക്തത കുറവുകളോ ഉണ്ടെങ്കിൽ അത് പരിഹരിക്കാൻ അപേക്ഷകന് നൽകുന്ന ഒരവസരമാണിത്. USCISന്റെ നിയമങ്ങളനുസരിച്ച് RFEയിൽ എന്തുകൊണ്ടാണ് അപേക്ഷ സ്വീകരിക്കാൻ കഴിയാത്തതെന്നും എന്തൊക്കെ രേഖകളാണ് കൂടുതലായി സമർപ്പിക്കേണ്ടതെന്നും വ്യക്തമായി പറഞ്ഞിരിക്കണം. സാധാരണയായി മതിയായ രേഖകൾ ഇല്ലാത്തതിനാലോ പദ്ധതിയുടെ വിവരങ്ങളിൽ വ്യക്തത ഇല്ലാത്തതിനാലോ സാമ്പത്തികപരമായ രേഖകളോ മറ്റ് അനുബന്ധ രേഖകളോ ഇല്ലാത്തതിനാലോ ആണ് RFE അയക്കുന്നത്. RFE ലഭിച്ചാൽ അപേക്ഷകന് കൂടുതൽ രേഖകൾ നൽകി അവരുടെ വാദം സമർത്ഥിക്കാൻ കഴിയും. എന്നാൽ ഇത് ചില ആശങ്കകളുണ്ടാക്കുന്ന കാര്യവുമാണ്. ഈ സമയത്ത് വൈറ്റ് ഹൗസ് ഒരു കൂട്ടം ആളുകളെ നാടുകടത്താൻ ശ്രമിക്കുന്നുണ്ട്. ചെറിയ തെറ്റുകൾക്കും പ്രതിഷേധങ്ങളിൽ നിന്ന് പങ്കെടുത്തതിനും അഭിപ്രായങ്ങൾ എഴുതിയതിൻ്റെ പേരിലും വിദ്യാർത്ഥികളെ നാടുകടത്തുന്നു. ഇത് അമേരിക്കയുടെ വളർച്ചയ്ക്ക് തടസ്സമുണ്ടാക്കുമോ എന്ന് പലരും ഭയക്കുന്നു. ഏപ്രിൽ 18 വരെ 240-ലധികം കോളേജുകളും യൂണിവേഴ്സിറ്റികളും റിപ്പോർട്ട് ചെയ്തതനുസരിച്ച് 1550 അന്താരാഷ്ട്ര വിദ്യാർത്ഥികളുടെ വിസ സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് റദ്ദാക്കിയിട്ടുണ്ട്. ഇതൊക്കെ കൂട്ടി വായിക്കുമ്പോൾ പലർക്കും ആശങ്കകളുണ്ട്. ഇമിഗ്രേഷൻ നിയമ സ്ഥാപനമായ ഗോയൽ ആൻഡ് ആൻഡേഴ്സണിലെ വിവേക് ഗോയൽ ഫോർബ്സിനോട് പറഞ്ഞത് ഇതൊരു സാധാരണ കാര്യമല്ല. കാരണം ഇത്തരം കേസുകളിൽ ബയോമെട്രിക് വിവരങ്ങൾ സാധാരണയായി ആവശ്യപ്പെടാറില്ല എന്നാണ്. എന്തുകൊണ്ടാണ് ഈ വിവരങ്ങൾ ആവശ്യപ്പെടുന്നതെന്ന് RFEയിൽ പറയുന്നുമില്ല. ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഹോംലാൻഡ് സെക്യൂരിറ്റി ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഉപയോഗിച്ച് ആളുകളെ കണ്ടെത്താൻ ശ്രമിക്കുന്നുണ്ടോ എന്നും സംശയമുണ്ട്. സോഷ്യൽ മീഡിയയിൽ നിന്നോ മറ്റ് സർക്കാർ രേഖകളിൽ നിന്നോ ഉള്ള വിവരങ്ങൾ ഇതിനായി ഉപയോഗിക്കുന്നുണ്ടാകാം. മാർക്കറ്റ് റിസർച്ച് സ്ഥാപനമായ NFP റിസർച്ച് എക്സിൽ പോസ്റ്റ് ചെയ്തത് ഇങ്ങനെയാണ്: ഇമിഗ്രേഷൻ ഉദ്യോഗസ്ഥർ H-1B വിസയ്ക്കും തൊഴിലടിസ്ഥാനത്തിനുള്ള പെറ്റീഷനുകൾക്കും വീട്ടുമേൽവിലാസവും ബയോമെട്രിക് വിവരങ്ങളും ആവശ്യപ്പെടുന്നു. ഇത് ട്രംപിന്റെ ഭരണകൂടം നിയമപരമായി ഇവിടെ താമസിക്കുന്നവരെ നാടുകടത്താനുള്ള പദ്ധതിയുടെ ഭാഗമായിരിക്കാം എന്നാണ് ഇമിഗ്രേഷൻ അഭിഭാഷകരും നിയമസഹായം നൽകുന്നവരും ഈ വിഷയം ശ്രദ്ധയോടെ നിരീക്ഷിക്കുന്നുണ്ട്.